ജനവാസ മേഖലയിൽ കാർഷിക വിളകൾ നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ വെടിവെക്കുന്നതിന് ഷൂട്ടർമാരെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പാടശേഖര കമ്മിറ്റികളുടെ കർഷക കൂട്ടായ്മകൾ രംഗത്ത്. തൃക്കൂർ, അളഗപ്പ നഗർ, വരന്തരപ്പിള്ളി, മറ്റത്തൂർ പഞ്ചായത്തുകളിലാണ് കാട്ടുപന്നി ശല്യം രൂക്ഷം. വനമേഖലയിൽ നിന്നെത്തുന്ന കാട്ടുപന്നികൾ ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പുകളിലും കുറ്റിക്കാടുകളിലുമായി പെറ്റുപെരുകുകയാണ്. ശക്തമായ ചൂട് മൂലം രാത്രിയാകുമ്പോൾ ഇവ കൂട്ടത്തോടെ പുറത്തിറങ്ങുന്നത് വലിയ ഭീഷണിയാണ്. ഇതുമൂലം വലിയ നഷ്ടമാണ് കർഷകർക്കും ഉണ്ടാകുന്നത്. ഉയർന്ന കൂലിയും രാസവളത്തിന്റെ വിലവർധനവും മൂലം കഷ്ടതയനുഭവിക്കുന്ന കർഷകർക്ക് ഇരട്ടി നഷ്ടമാണ് കാട്ടുപന്നി ശല്യം മൂലമുണ്ടാകുന്നത്. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിനു മുൻപ് തന്നെ മുഴുവൻ തോക്കുകളും സറണ്ടർ ചെയ്യേണ്ടി വന്നത് കർഷകർക്ക് തിരിച്ചടിയായി. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ 2 മാസത്തോളം കാത്തിരിക്കേണ്ടി വരുന്നത് വൻ നഷ്ടത്തിന് വഴിവെക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ. അടിയന്തരമായി അംഗീകൃത ഷൂട്ടർമാരുടെ സറണ്ടർ ചെയ്ത തോക്കുകൾ തിരിച്ചു നൽകുന്നതിനും കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിനും ജില്ലാ ഭരണകൂടം അനുമതി നൽകണമെന്നാണ് കർഷക കൂട്ടായ്മകളുടെ ആവശ്യം. ദിനം പ്രതി ഒരു 10-20 വാഴ വെച്ച് ഡെയിലി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 2-3 മാസം പ്രായമായ വാഴകളാണ് ഇത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കൃഷിക്കാര് ഈ തോക്കുകൾ വീണ്ടും അനുവദിച്ച് അധികാരപ്പെടുത്തിയുള്ള ഷൂട്ടർമാരെ നിയമാനുസൃതമായി കാട്ടുപന്നികളെ ഉന്മൂലനം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി തരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥന നടത്തുകയാണ്. ഇത് സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ജില്ലാ ഭരണകൂടത്തിന് കത്ത് നൽകിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിനാൽ ഇതുവരെ അംഗീകൃത ഷൂട്ടർമാർക്ക് കാട്ടുപന്നികളെ വെടിവെക്കാൻ അനുമതി ലഭിച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ ചാലക്കുടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ ശുപാർശ അടിയന്തരമായി പരിഗണിക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. TCV പുതുക്കാട്.